കെട്ടീസ് എൻ്റെ കെട്ടിയൻ എന്നെ ഈ ഒരുക്കുന്നത് വൈകുന്നേരം എനിക്ക് ഒരു വല്ലാത്തൊരു ക്രേവിങ് വന്നു. അന്നേരം എന്നെ പുറത്ത് കൊണ്ട് കഴിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് റെഡിയാക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഹെൽത്തി ആണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ കഴിക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. അങ്ങനെ നമ്മൾ ഫുഡ് പാർട്ട്ണറായ ടോണിമോളുമായിട്ട് നമ്മളെത്തിയത് KFC-യിലാണ്. ഡേ ആ മുഖത്തേക്കൊന്ന് നോക്കി, എന്തൊരു സന്തോഷമാണ്. അവൾക്ക് KFC എന്ന് പറഞ്ഞാൽ ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 2 പെപ്സി അവർ മേടിച്ചുള്ളൂ, കാരണം എനിക്ക് പെപ്സി കുടിച്ചുകൂടാന്ന്. KFC-യും തിന്നൂടാ, അജിനോമോട്ടോ ഉണ്ടായതുകൊണ്ട് KFC അധികം കഴിച്ചുകൂടാ. എന്നാലും ക്രേവിങ് ആയതുകൊണ്ട് തന്നെ ഒരു പീസ് കഴിക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. എന്നിട്ടും എൻ്റെ മനസ്സനുവദിച്ചില്ല. എനിക്ക് വേണ്ടി വെള്ളമൊക്കെ മേടിച്ചു വന്നു, പക്ഷെ പെപ്സി ഇത്തിരി ട്രൈ ചെയ്യാതെ എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. ഇച്ചിരി കുടിച്ചോളൂ അവരെ അനുവാദമൊക്കെ ചോദിച്ചിട്ട്. ഒരു ലെഗ് പീസും എടുത്തതേ ഞാനങ്ങ് കഴിക്കാൻ തുടങ്ങി. ഇത് കഴിക്കണ്ടോ ഇല്ലയോ എന്ന് പോലും ഞാൻ നോക്കിയില്ല, കാരണം കുറേ നാളായില്ല, ഇപ്പം 4 മാസമാകുന്നു നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു വെപ്രാളം, അങ്ങനെ ഞാൻ കഴിച്ചു തുടങ്ങി. പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കേണ്ടെന്ന് ഏട്ടൻ പറഞ്ഞു. അത് കഴിക്കുന്നത് ഒട്ടും ആരോഗ്യകരമായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. പിന്നെ ദേ സംഭവങ്ങളെല്ലാമായിട്ട് അവൾ സ്റ്റാർട്ട് ചെയ്തു, ഏട്ടനും സ്റ്റാർട്ട് ചെയ്തു. ഞാനിവിടെ തകൃതിയായി കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഏട്ടൻ്റെ മേടിച്ചത് ഇതും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ കൊള്ളാം, എനിക്കിഷ്ടമായി. കാരണം കുറേ ദിവസത്തിനു ശേഷം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതങ്ങനെയാണല്ലോ, എന്ത് കിട്ടിയാലും നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക സ്നേഹം. ലോകത്തെ ഏറ്റവും അൺഹെൽത്തി ഫുഡായിട്ട് അറിയപ്പെടുന്നത്, ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ശരി, എവിടെ സെർച്ച് ചെയ്താലും കിട്ടുന്നത് നമ്പർ 1 1 to 5 ഫുഡിൽ ഏറ്റവും കാര്യമായിട്ട് നമ്പർ 1 to 10 എപ്പോഴും ആഡ് ചെയ്തിരിക്കും മോസ്റ്റ് അൺഹെൽത്തി ഫുഡ് നേരിട്ട് പറഞ്ഞടിക്കുമ്പോൾ വരുന്ന സാധനം. ഞാൻ കഴിക്കാറില്ല അധികം, ടേസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ വല്ലപ്പോഴും കഴിക്കും. ആൻഡ് നോക്ക്, ബാലൻസ് ഒക്കെ അവൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു കാല് കഴിച്ചതിൻ്റെ സന്തോഷത്തിൽ വെള്ളം കുടിച്ച് സംതൃപ്തിയായി എഴുന്നേക്കാണ്. പക്ഷെ ഇവിടെ നമുക്ക് പെപ്സി അങ്ങനത്തെ സംഭവങ്ങളല്ലേ ഉള്ളൂ, വേറെ ജ്യൂസൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് നല്ലൊരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചു. അല്ല, ലൈമ് കുടിച്ചു, ലൈമാണത്. അങ്ങനെ ലൈമ് കുടിച്ചിട്ടും തീരുന്നില്ല. ഇത് വലിയ ഗ്ലാസ്സായിരുന്നു. ഓൾറെഡി ചിക്കൻ ലെഗ് കഴിച്ചതിൻ്റെ വയറ് നിറഞ്ഞുകൊണ്ട് ഞാൻ അതാണ് കേട്ടോ പറയണത്. അങ്ങനെ ഇത് പാഴ്സൽ ചെയ്ത് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ആ ചേട്ടൻ്റെ കൊടുത്ത് പാഴ്സൽ ചെയ്യിപ്പിച്ചു. ടൂണിക്ക് വേണമെന്ന് വെച്ചപ്പോൾ അവൾക്കും വേണ്ട. അങ്ങനെ ഞാൻ പാഴ്സൽ ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളിതേ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങളും പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്രേവിങ് വരുവാണെങ്കിൽ ആവശ്യത്തിലധികം കഴിക്കാതെ ഒന്നൊക്കെ കഴിക്കാം കേട്ടോ. എടുക്കല്ലേ, ഇനി ഞാൻ നടക്കുന്നേ പറഞ്ഞു.